ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തെ കുറിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് ആ വ്യക്തിയും നമസ്കാരവും തമ്മിലുള്ള ബന്ധം. നമസ്കാരവും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ശക്തമാകുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതം വിജയത്തിൽ നിന്ന് വീണ്ടും വിജയത്തിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും എന്നതാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ നാട്ടിൽ ലഹരിയുമായി ബന്ധപ്പെട്ട, ലഹരി വിപാടനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകളും നിയമ നടപടികളുമെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം ആവശ്യമാണ്. എല്ലാവരും അത്തരം നല്ല സംരംഭങ്ങളുമായി സഹകരിക്കുകയും വേണം. ലഹരിക്കടിമപ്പെട്ടവർ അതിൽ നിന്ന് മോചിതമാകാൻ പലപ്പോഴും ചികിത്സാ കേന്ദ്രങ്ങളിൽ, ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. അവിടെ നിന്ന് എന്താണ് ചെയ്യുന്നത്? അവർക്ക് ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് എന്നതുകൊണ്ട് തന്നെ മെഡിസിൻ കൊടുത്തുകൊണ്ടും കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടും അവർക്ക് മദ്യവും മയക്കുമരുന്നും ലഭ്യമല്ലാത്ത രൂപത്തിൽ അവരെ പരിശീലിപ്പിച്ചുകൊണ്ട് ഡി അഡിക്ഷനിലേക്ക് അവരെ എത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ അടുത്ത് ചില ആളുകൾ ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്തിയതിന് ശേഷം വീണ്ടും അവർ മയക്കുമരുന്നിലേക്ക്, മദ്യത്തിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ഇത്തരം കേന്ദ്രങ്ങളിൽ വീണ്ടും അവരെത്തി. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവർ തിരിച്ചു മയക്കുമരുന്നിലേക്ക്, മദ്യത്തിലേക്ക് പോയപ്പോഴും ആഗ്രഹം എന്താണ്? രക്ഷപ്പെടണം എന്നു തന്നെയാണ്. മുസ്ലിങ്ങളായ ആ സുഹൃത്തുക്കൾ, അവരുമായുള്ള സംസാരത്തിൽ അവർ പറഞ്ഞത്, ഞങ്ങൾ ഇവിടെയുള്ളപ്പോൾ കൃത്യമായി നമസ്കരിക്കുമായിരുന്നു. അത്തരമൊരു സെന്ററിലാണ് അവരെത്തിപ്പെട്ടത്. കൃത്യമായി ഞങ്ങൾ നമസ്കരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോയപ്പോൾ നമസ്കാരം ഞങ്ങൾ നിലനിർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പതിയെ പതിയെ ഞങ്ങൾ നമസ്കാരത്തിൽ നിന്നും അകന്നുപോയി. ആ അകൽച്ചയാണ് വീണ്ടും ഞങ്ങളെ ഈ മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക് അഥവാ ലഹരിയിലേക്ക് എത്തിച്ചത് എന്നാണ്. അപ്പോൾ ജീവിതത്തിലെ തിന്മകളും അതോടൊപ്പം നമസ്കാരവും തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധവും നമുക്കിവിടെ കാണാൻ പറ്റും. നമസ്കാരത്തിന്റെ ലക്ഷ്യം പറഞ്ഞെടുത്ത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങളിൽ നിന്ന് തടയുന്നു എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 238-ാമത്തെ ആയത്താണ് നമ്മുടെ മുമ്പിൽ ഓതി വെച്ചത്. ഹാഫിളൂ അലസ്സലാഹ് വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. എല്ലാ നമസ്കാരങ്ങളെയും, വിശിഷ്യ മധ്യ നമസ്കാരത്തെയും കുറിച്ച് നിങ്ങൾ സൂക്ഷിച്ചു പോരുവീൻ. ഹാഫിളൂ, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അള്ളാഹു പറയുകയാണ് സത്യവിശ്വാസികളോട്, നമസ്കരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ നമസ്കാരത്തെ ശരിക്കും ശ്രദ്ധിക്കണം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത, ശ്രദ്ധ നിങ്ങൾക്ക് വേണം. വസ്സലാത്തിൽ വുസ്താ, മധ്യ നമസ്കാരം, അതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അസർ നമസ്കാരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുള്ളത്. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, ഭക്തിയുള്ളവരായ നിലയിൽ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നിൽക്കുകയും ചെയ്യുവീൻ. അപ്പോൾ നമസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിൽക്കുക എന്നത്, ഖിയാം എന്നത്. പലപ്പോഴും അശ്രദ്ധമായി ചിലർ ഇരുന്ന് നമസ്കരിക്കും. എങ്ങനെയാണ് പള്ളിയിലേക്ക് വന്നത്? നടന്നിട്ട്. എന്നിട്ട് എങ്ങനെയാണ് നിസ്കരിക്കുന്നത്? ഇരുന്നിട്ട്. അപ്പോൾ എത്രമാത്രം ഈ അടുത്ത് അറിയപ്പെടുന്ന ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹം
ഒരു ഊന്നുവടി വെച്ചുകൊണ്ട് ഒന്നാമത്തെ സഫിൽ തന്നെ നിൽക്കുകയാണ്. ബാക്കിയെല്ലാം അദ്ദേഹം ഇരുന്നാണ് നമസ്കരിക്കുന്നത്. അദ്ദേഹം തന്നെ വിശദീകരിച്ചത്, നിൽക്കുക എന്നത് ഏതെങ്കിലും നിലക്ക് കഴിയുമെങ്കിൽ ഇരിക്കാൻ പാടില്ല. ഏതെങ്കിലും നിലക്ക് നമുക്ക് നമസ്കാരത്തിൽ നിൽക്കാൻ കഴിയുമോ ആ ഖിയാം എന്നത്. കാരണം ഇതിനുശേഷം നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന ആയത്ത് കൊണ്ട് അത് ബോധ്യമാകും. അതുകൊണ്ട് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിൽക്കുകയും ഖിയാമിലാവുകയും ചെയ്യുവീൻ. ഇരുന്ന് നമസ്കരിക്കേണ്ട ഘട്ടങ്ങൾ വരും, അതേപോലെ തന്നെ കിടന്ന് നമസ്കരിക്കേണ്ട ഘട്ടങ്ങൾ വരും. അതൊന്നും ഇതിനെതിരല്ല. പക്ഷേ നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തി മറ്റേതായാലും എനിക്ക് സുജൂദുർ റുക്കൂന്നും കഴിയില്ലല്ലോ, ഇതങ്ങ് ഇരുന്ന് ചെയ്തേക്കാം എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല. നിൽക്കാൻ പറ്റുന്ന വ്യക്തി പരമാവധി നിൽക്കുക തന്നെയാണ് വേണ്ടത് എന്നതാണ്. നോക്കൂ, ഇവിടെ ഹാഫിളു അലസ്വല, നിങ്ങൾ നമസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം, നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം എന്ന് പറയുന്നിടത്ത് ഒട്ടേറെ കാര്യങ്ങൾ സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ സമാപന മണിക്കൂറുകൾ, സമാപന ദിവസങ്ങളിലും മണിക്കൂറുകളിലും അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചത് ഇടക്ക് ബോധം നഷ്ടപ്പെട്ടു പോവുക എന്നതായിരുന്നു. ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ചുറ്റുമുള്ള സഹാബാക്കൾ അവിടുത്തെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. എഴുന്നേറ്റ ഉടനെ അവിടുന്ന് ചോദിച്ചത് അസ്വലാ അസ്വലാ. മറ്റൊന്ന് അടിമകളുടെ കാര്യമാണ് ചോദിച്ചത്. വിഷയവുമായി ബന്ധപ്പെട്ടതാണല്ലോ നാം ഇവിടെ പറയുന്നത്. അപ്പോൾ നമസ്കാരം, ആ ബോധമില്ലാത്ത സന്ദർഭത്തിൽ നമസ്കാരത്തിന് വല്ല വീഴ്ചയും പറ്റിയോ എന്നതാണ്. ആരുടെ പേരിലാണോ നാം ഷഹാദത്ത് പറയുന്നത്, ആ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയും മുമ്പ് ഒരു സ്വഹാബിയും പറഞ്ഞില്ല, അള്ളാന്റെ റസൂൽ നിങ്ങൾ ബുദ്ധിമുട്ടാക്കല്ലേ, ഹറമിന് നിസ്കരിക്കുന്നുണ്ടാകും, ആ മക്കത്ത് നിസ്കരിക്കുന്നുണ്ടാവും എന്ന് ആരും പറഞ്ഞില്ല. നമ്മുടെ നാട്ടിലെ പലരും പറയാറുണ്ട്, ഔലിയാക്കന്മാരുടെ വലിയയുടെ അടയാളമായി പോലും പറയാറുണ്ട്, അവൾക്ക് 40 തടിയുണ്ട്, ഒരു തടി ഹറമിന് നിസ്കരിക്കുന്നുണ്ടാവും. സാധാരണ അന്ധവിശ്വാസികൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തുള്ള ഏറ്റവും വലിയ ആരാ? അമ്പിയാക്കന്മാരിൽപ്പെട്ട ഏറ്റവും മഹാനാരാണ്, ഒരു സംശയവും ലോകത്തില്ല. കബർ പൊട്ടിപ്പിളർന്ന് ആദ്യമായി പുറത്തേക്ക് വരുന്നത് ആദം നബി അലൈഹി ഇസ്ലാം അല്ല, മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്വർഗപ്രവേശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം പോകുമാറ് പനിയും മറ്റു പ്രയാസങ്ങളും ഉള്ളപ്പോൾ പോലും അവിടത്തേക്ക് ബോധം വരുമ്പോഴേക്കും വുളു ചെയ്യിപ്പിക്കാനും നമസ്കരിപ്പിക്കുവാനുമാണ് ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ ഒരു സന്ദർഭത്തിലും സഹോദരന്മാരെ നമസ്കാരം ഉപേക്ഷിക്കാൻ, അതൊഴിവാക്കാൻ ഒരു സത്യവിശ്വാസിക്ക് യാതൊരു മാർഗവും ഇല്ല എന്നത് നാം മനസ്സിലാക്കണം. നമസ്കാരത്തെ നമുക്ക് ഒരു മരണം സംഭവിച്ചാൽ, ഒരു മരണം നമ്മുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിന്, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു മരണം സംഭവിച്ചാൽ നമ്മുടെ പ്രതീക്ഷ എന്താണ്? മയ്യത്ത് നമസ്കാരമാണ്. മഴയില്ലാത്ത പ്രയാസം വന്നു, കന്നുകാലികൾ വരെ ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിൽ വരൾച്ച വ്യാപിച്ചു. അപ്പോൾ ചർച്ച എന്തിനെ കുറിച്ചാ? മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തെ കുറിച്ചാണ്. ഗ്രഹണം ബാധിക്കുന്നു, പെട്ടെന്ന് ഇരുടുമൂടുന്നു, വരാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ. അപ്പോൾ എന്താ ചർച്ച? ഗ്രഹണ നമസ്കാരം. നോക്കൂ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളും അതേപോലെ തന്നെ സന്തോഷത്തിന്റെ അവസ്ഥകൾ ശുക്റിന്റെ അവസ്ഥയിൽ വന്നു. എന്തേ? അവിടെയും നമസ്കാരവും സുജൂദുമാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി സത്യവിശ്വാസികളുടെ ആനന്ദം അതാണ് രാത്രി നമസ്കാരം. രാത്രി നമസ്കാരം ഭാരമല്ല സഹോദരങ്ങളെ, അത് വലിയ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. ലോകം ഉറങ്ങിക്കിടക്കുമ്പോ നമുക്ക് ഈമാനുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യം. പടച്ചോനെ, ഞാൻ എഴുന്നേറ്റിരിക്കുന്നു, എല്ലാവരും ഉറങ്ങാണ്, ഞാൻ എഴുന്നേറ്റിരിക്കുന്നു. എന്തിന്? നിന്നോട് സംസാരിക്കാൻ. എനിക്ക് കുറെ കാര്യം നിന്നോട് പറയാനുണ്ട്, സുജൂദ് ചെയ്യാൻ, റുക്കൂ ചെയ്യാൻ. ഞാനിതാ എഴുന്നേറ്റിരിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നമസ്കാരം നിർബന്ധമാണ്, നമുക്കറിയാം. നമുക്കാകട്ടെ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും സുപ്രധാനമായ സുന്നത്ത് നമസ്കാരമാണ് രാത്രി നമസ്കാരം. അപ്പൊ എല്ലാ സന്ദർഭങ്ങളിലും നമസ്കാരമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ
തുടക്കം തന്നെ പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഒന്നാമത്തെ പ്രത്യേകത അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവരാണ്, അതിൽ ശ്രദ്ധ ചെലുത്തുന്നവരാകുന്നു എന്നതാണ്. അതുകൊണ്ട് നമസ്കാരം തൗഹീദ് കഴിഞ്ഞാൽ, ശിർക്കിൽ നിന്ന് മുക്തമായാൽ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുന്ന, അല്ലാഹു അല്ലാത്തവരുടെ ഒരു വഴിപാട് കൊടുക്കുന്ന ആള് നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഓരോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടേ ഇല്ല. ജനങ്ങളെ നിസ്കരിക്കുന്ന ഖുർആനിൽ എവിടെയില്ല. സത്യവിശ്വാസികളെ നിസ്കരിക്കുന്നേ ഖുർആനിലുള്ളൂ. എന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ 13 വർഷത്തിനിടക്ക് ധാരാളം സഹാബികൾ മരണപ്പെട്ടു പോയി, ഒരു നിസ്കരിച്ചിട്ടില്ല. നിസ്കരിക്കാതെ സ്വർഗത്തിൽ പോയി. കാരണം നിസ്കാരം നിർബന്ധാക്കിയിട്ടില്ല. നിസ്കാരം നിർബന്ധാക്കിയാലല്ലേ നിസ്കരിക്കേണ്ടതുള്ളൂ. നോമ്പ് നിർബന്ധമാക്കിയാലല്ലേ നോമ്പ് നോൽക്കേണ്ടതുള്ളൂ. അപ്പോൾ ആദ്യ സന്ദർഭങ്ങളിൽ റസൂലുള്ളയോടൊപ്പം വിശ്വസിച്ച സ്വഹാബികൾ നിസ്കരിച്ചില്ല, പക്ഷെ അവർക്ക് സ്വർഗമുണ്ട്. എന്താ കാര്യം? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചു. നമസ്കാരം നിർബന്ധമാക്കുമ്പോഴേക്കും അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ ആരാ നമസ്കരിക്കേണ്ടത്? അതാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ദഅവത്തിന് വേണ്ടി അയക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അഥവാ ഒരു ദഅവത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് റസൂലുള്ളാഹി അയക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അന്ധവിശ്വാസങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശത്തേക്ക് നമ്മൾ ചില ആൾക്കാരെ വിടും. നിങ്ങൾ ഈ CD കയ്യിൽ വെച്ചോളൂ, ഈ ലഘുലേഖ കയ്യിൽ വെച്ചോളൂ, ഈ ഖുർആൻ പരിഭാഷ കയ്യിൽ വെച്ചോളൂ. നിങ്ങൾ വീട്ടിൽ പോയി അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തണം. ആ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ചില നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ആ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് അവർക്ക് ഖുർആൻ പരിഭാഷ കിട്ടിയത് കൊണ്ടാണ് ആയിരക്കണക്കിന് മനുഷ്യന്മാര് ഇന്ത്യയിലും കേരളത്തിലും ഇസ്ലാം സ്വീകരിച്ചത്. അതേപോലെ തന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട അന്ധവിശ്വാസം അറിയാതെ അന്ധവിശ്വാസങ്ങൾ ആയ ആളുകൾ തിരിച്ച് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ എത്തുന്നത്. റസൂലുള്ളാഹി കൊടുക്കുന്ന നിർദ്ദേശം, നീ അവരോട് ആദ്യമായി പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. അതവർ സ്വീകരിച്ചാൽ നീ അവരോട് നിസ്കരിക്കാൻ പറയണം. അപ്പൊ ഒരു നാട്ടിൽ പോയി, ഒരു വീട്ടിൽ പോയി ആദ്യം നിസ്കാരത്തെ കുറിച്ചല്ല, മറിച്ച് ആ നമസ്കാരം സ്വീകരിക്കാൻ ആവശ്യമായ സുപ്രധാനമായ കാര്യമാണ് ആ നമസ്കരിക്കാൻ പറഞ്ഞ റബ്ബ്. ആ റബ്ബിന് മാത്രമേ നമസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാടുള്ളൂ എന്ന ഏകദൈവ ആരാധന എന്ന അടിത്തറ, ഇസ്ലാമിന്റെ സൈദ്ധാന്തിക അടിത്തറ, അത് ആദ്യമായി പറയണം. അവരോടാണ് ഇസ്ലാം നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടത്. ആ തൗഹീദ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒന്നാമത്തെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന വിഷയം നമസ്കാരമാണ്. അതിന് മറ്റൊരർത്ഥം എന്താ? നിസ്കാരല്ലേ, പിന്നെ വേറെ ചോദ്യമല്ല എന്നതിന്റെ വേറൊരർത്ഥം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായ മറുപടി ഇല്ലെങ്കിൽ പിന്നെ ഒന്നും അവനോട് ചോദിക്കേണ്ടയില്ല എന്നാണ് അർത്ഥം. അപ്പൊ അത്രയും ഗൗരവമാണ് ഇസ്ലാമിൽ നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നോക്കൂ, ഒട്ടേറെ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ നമസ്കാരത്തിലേക്ക്. പലരും പറയും ഖുശൂ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, ശരിക്കൊരു അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. ചിലപ്പോൾ ആദ്യക്കാട്ട് സാധിക്കും, പിന്നെ ചിന്ത മാറിപ്പോകും. ഇത് പറയാത്ത ആരുണ്ടാവില്ല, പലർക്കും ഈ ഒരു അവസ്ഥയുണ്ടാകും. അതിനുള്ള മറുപടി എന്താണ്? ഇസ്ലാമിൽ ഒട്ടേറെ കാര്യങ്ങൾ, എല്ലാം പ്രമാണങ്ങൾ ഉദ്ധരിച്ചു പറയാൻ ഒരു ഖുതുബയിൽ സാധ്യമല്ലല്ലോ. അതിലേറ്റവും പ്രധാനം സഹോദരി സഹോദരന്മാരെ, നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ആ ഒരുക്കത്തിന്റെ തുടക്കം ഹയ്യാലൽ ഫലാഹ്. അതെ, ഹയ്യാലൽ സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ. എന്തിനാ അത് മൈക്ക് കൊടുക്കുന്നത്? എന്തിനാ മൈക്കിൽ നമ്മൾ പ്രത്യേകം വരിസംഖ്യ എടുത്ത് ശമ്പളം കൊടുത്ത് എന്തിനാ മുഅദ്ദിനെ നിർത്തിയത്? കേൾക്കാനാണ്. അല്ലാതെ അമുസ്ലിങ്ങൾ പോലും ഈ ബാങ്കിന് ഉപയോഗിക്കാറുണ്ട്. ദുഹ്റാൻ കൊടുത്താൽ ഭക്ഷണത്തിന്റെ ഏകദേശം അടുത്തെത്തി, വൈകുന്നേരം അസർ കേട്ടാൽ ജോലി തീരാൻ ഏകദേശം സമയമായി. പലരും ഉപയോഗിക്കാറുണ്ട്. നല്ല പല ഉപകാരവും അതുകൊണ്ടുണ്ട്. അതിനൊന്നും അല്ലല്ലോ യഥാർത്ഥത്തിൽ ബാങ്ക് വെച്ചത്. സത്യവിശ്വാസികളുടെ ചെവികളിലേക്ക് ആ ശബ്ദമെത്തിക്കാൻ വിജയം വേണോ? റബ്ബുമായി അടുത്തോ, റബ്ബുമായി സംസാരിച്ചോ. നീ ഏതൊരവസ്ഥയിലാണെങ്കിലും റബ്ബിന്റെ വിജയത്തിന്റെ മാർഗത്തിലേക്ക് വരൂ. ആ വിളി കേൾക്കുന്നതോടുകൂടി നമസ്കാരത്തിന്റെ ഒരുക്കം ആരംഭിച്ചു. നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുക്കം ആ സന്ദർഭത്തിൽ സഹോദരന്മാരെ ആരംഭിച്ചു.
അതോടുകൂടി മനസ്സ് റെഡിയായി. പിന്നീട് മിസ്വാക്ക് ചെയ്യണം. അത് നിർബന്ധമല്ല, പക്ഷേ എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകില്ലായിരുന്നുവെങ്കിൽ എല്ലാ ഫർള് നമസ്കാരത്തോടനുബന്ധിച്ചുള്ള വുളുവോട് ചേർന്നുകൊണ്ട് ഞാൻ മിസ്വാക്ക് നിർബന്ധമാക്കുമായിരുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിന്റെ അർത്ഥം എന്താ? കഴിയുമെങ്കിൽ നമ്മൾ മിസ്വാക്ക് ചെയ്യാൻ ശ്രമിക്കുക തന്നെ വേണം എന്നതാണ്. മിസ്വാക്ക് ചെയ്യുന്നു വീട്ടിലാണെങ്കിൽ, അതിനുശേഷം പിന്നെ നമ്മുടെ ഒരുക്കം. വീട്ടിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നും വുളു ചെയ്യുന്നു. വീട്ടിൽ നിന്നും വുളു ചെയ്തു. എന്തിനാണ്? പള്ളിയിൽ എല്ലാവരും പോയിട്ട് ഉപയോഗിക്കുമ്പോ എന്തിനാ കരണ്ട് അവിടെ ചെലവാക്കുക? നമ്മുടെ വീട്ടിൽ വെള്ളല്ലേ? വീട്ടിൽ നിന്ന് വുളു ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ആ വീട്ടിൽ നമ്മുടെ മുസല്ലയിൽ, ഏത് ചെറ്റക്കുടിലും ഒരു മുസല്ലയുടെ സ്ഥലം നമ്മൾ മാറ്റിവെക്കണം. അട്ടപ്പാതിരക്കൊന്ന് എഴുന്നേറ്റ് ഒരു വിഷമം അള്ളാഹുവിനോടൊന്ന് തുറന്നു പറയാൻ, സ്വർഗം തരണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം നമ്മുടെ വീട്ടിലുണ്ടാകണം. വലിയ പ്ലാന്. അവസാനം പറയും നിസ്കരിക്കാൻ എത്ര നോക്കിയിട്ട് ഒരു സ്ഥലം കിട്ടിയില്ല, എഞ്ചിനീയർക്കും കൊണ്ട് കിട്ടിയില്ല. കിട്ടേണ്ട സമയം വരും. ധിക്കാരമല്ലേ അത്? എത്രയാ ഓരോ റൂമിലും സ്ഥലം കൊടുത്തത്, എത്രയാ കാർ പോർച്ച് കൊടുത്തത്, പക്ഷെ നിസ്കരിക്കാൻ ഒരു സ്ഥലമില്ല. അത് പാടില്ല സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളുടെ വീടുകളിൽ പള്ളികൾ ഉദ്ഘാടനം ചെയ്തു. ഫർളുസ്കാരം പള്ളിയിലേ പറ്റുന്ന റസൂലിനെ പഠിപ്പിച്ചതാ. കാരണങ്ങളില്ലെങ്കിൽ ഫർളുസ്കാരത്തിന് ആള് കുറഞ്ഞപ്പോ ഇവിടെ മറ്റാരെങ്കിലും ഇമാം നിർത്തിയിട്ട് അകാരണമായി ജമാഅത്തിന് പങ്കെടുക്കാത്തവരുടെ വീടുകൾ ഞാൻ തീ വെച്ചാലോ എന്ന് റസൂൽ. അതിന്റെ അർത്ഥം എന്താ? ഫർളുസ്കാരം പള്ളിയിലാണ്. പിന്നെ ഇതിനാ വീട്ടിൽ പള്ളി ഉദ്ഘാടനം ചെയ്തത്? അതെ, അവിടെ നിസ്കരിക്കാൻ. സ്ത്രീകൾക്ക് എപ്പോഴും പള്ളിയിൽ വരാൻ പറ്റില്ല, അവർക്ക് നിസ്കരിക്കാൻ. അപ്പോൾ സുന്നത്ത് നമസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിച്ച് ആ വുളുവോടുകൂടി പള്ളിയിലേക്ക് നടന്നു പോകണം. അങ്ങനെ പള്ളിയിലേക്ക് നടന്നു പോകാൻ പറ്റുമെങ്കിൽ നടന്നു പോകണം, അല്ലെങ്കിൽ വാഹനത്തിൽ നമ്മുടെ സൗകര്യം പോലെ. പള്ളിയിലെത്തുമ്പോൾ അവിടെയുള്ള ദിക്റുകളുണ്ട്. വലതുകാൽ വെച്ച് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അതേപോലെ തന്നെ ബിസ്മില്ലാ, അതേപോലെ തന്നെ റസൂലുള്ളാഹിയുടെ സലാത്ത്, ഇതൊക്കെ ചൊല്ലിയിട്ടാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ വീണ്ടും ഒരുക്കം. പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ഒന്നാമത്തെ സഫാണ് നമ്മുടെ ലക്ഷ്യം. ഒന്നാമത്തെ സഫാണ്. കാരണം ഒന്നാമത്തെ സഫിൽ മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥന കിട്ടും. ഒന്നാമത്തെ സഫിൽ തന്നെ ഇമാമിന്റെ വലതുഭാഗം കിട്ടിയാൽ അവിടെ പ്രത്യേകം പ്രാർത്ഥനയുണ്ട്. പരമാവധി ഇമാമിനോട് അടുത്ത സ്ഥലത്ത് എത്തിപ്പെടാൻ നാം ശ്രമിക്കുന്നു. അവിടെ എത്തിയപ്പോൾ ഇനിയുമുണ്ട് 4 മിനിറ്റ് ബാക്കി എങ്കിൽ അവിടെ വെച്ച് നമ്മൾ സുന്നത്ത് നിസ്കരിച്ചാ വീട്ടിൽ നിന്ന് വരുന്നത്, വീണ്ടും അവിടെ വെച്ച് തഹയ്യത്ത് നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് ഇനിയുമുണ്ട് ഒരു 1/2 മിനിറ്റ്. അതെ, എങ്കിൽ കൈകൾ ഉയർത്തി, സഹോദരന്മാരെ സഹോദരിമാരെ, കൈകൾ ഉയർത്തിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. ബാങ്കിനും ഇഖാമത്തിനും ഇടക്കുള്ള സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമ പ്രാർത്ഥിച്ചാൽ തട്ടിക്കളയുകയില്ല എന്ന് റസൂലുള്ള പഠിപ്പിച്ച സമയമാണ് ബാങ്കിനും ഇഖാമത്തിനും ഇടക്ക്. അങ്ങനെ നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഒട്ടേറെ ഒരുക്കങ്ങൾ നമസ്കാരത്തിലേക്ക് നമുക്കുണ്ട്. ഇനിയും സമയമുണ്ട്. ഏറ്റവും നല്ലത് നമുക്ക് ദിക്റുകൾ ചെല്ലാം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അല്പം സമയം കിട്ടുമോ എങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അഥവാ നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കം നമസ്കാരത്തിന് മുമ്പ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നർത്ഥം. ഇനിയോ ഖുശൂ കിട്ടാൻ ഏറ്റവും സുപ്രധാനമായ കാര്യം നാം ചെയ്യുന്നത് എന്ത് എന്ന് സ്വന്തത്തെ പഠിപ്പിക്കലാണ്. അഥവാ അല്ലാഹുമായുള്ള അഭിമുഖ സംഭാഷണമാണ്. ഞാൻ നിൽക്കുന്നത് റബ്ബിന്റെ മുമ്പിലാണ്. അലി റളിയല്ലാഹു അൻഹു വുളു ചെയ്ത് പള്ളിക്കുള്ളിലേക്ക് കയറുമ്പോ അവിടുത്തെ മുഖം വിളറി പേടിച്ചിട്ട്, പടച്ചോനെ, ഞാൻ റബ്ബിന്റെ മുമ്പിലാണല്ലോ നിൽക്കുന്നത് എന്ന ഭയത്താൽ അവിടുത്തെ ഭയം വിളറിയെന്ന് സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്ത് കാണാം. അത്രമാത്രം ഞാൻ നമ്മളെ കാണുന്ന എന്നാൽ നാം കാണാത്ത റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടിയാണ് അല്ലാഹു അക്ബർ. ഏറ്റവും കൂടുതൽ നമസ്കാരത്തിൽ ആവർത്തിക്കുന്നത് അതാണല്ലോ, അല്ലാഹുവാണ് മഹാൻ, ഞാനൊന്നുമല്ല, എനിക്കൊന്നിനും കഴിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് മഹാൻ, അവനാണ് ഉന്നതൻ. അതാണ് അല്ലാഹു അക്ബർ. ആ അല്ലാഹു അക്ബർ പറയുമ്പോ അല്ലാഹു അക്ബറിലേക്ക് മനസ്സ് കൊടുക്കണം. മനസ്സ് വേറെ എവിടെയോ അല്ലാഹു അക്ബർ ഇവിടെ പറയുകയും ചെയ്യുന്നു. നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന അല്ലാഹു അതാണ് നമസ്കാരത്തിന്റെ ആശയതലം. ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ ഒരുക്കങ്ങളോടൊപ്പം ആശയതലം പറയുന്നതിലേക്ക് ശ്രദ്ധിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു ഉന്നതനാണ്, അവൻ മഹാനാണ്
എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടുന്നു. പിന്നീട് ഒരൊറ്റ റക്അത്ത്, നമസ്കാരത്തിന്റെ ഒരൊറ്റ റക്അത്ത് പഠിച്ചാൽ നമസ്കാരം മുഴുവൻ പഠിച്ചു. അവിടെ കൈകെട്ടുന്നത് മുതൽ, നമ്മൾ ചൊല്ലുന്ന പ്രാരംഭ പ്രാർത്ഥനകൾ മുതൽ, ഫാത്തിഹ മുതൽ, നമ്മൾ സാധാരണ സൂറത്തുകൾ മുതൽ അതിന്റെ അർത്ഥമൊന്നൊരു വ്യക്തി പഠിക്കാൻ ശ്രമിച്ചാൽ 1 ദിവസമോ 2 ദിവസമോ മതി. ചില ആൾക്കാരത് വിചാരിച്ചിട്ട് വർഷങ്ങളായി. നിസ്കാരം ഒന്ന് പഠിക്കണല്ലോ, അതിലെ ദുആ ഒന്ന് പഠിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊല്ലങ്ങളായി. ഇപ്പൊ സമയം കിട്ടിയിട്ടില്ല. എപ്പോഴാ സമയം കിട്ടുക? അതുകൊണ്ട് ആ നമസ്കാരത്തിൽ ചെല്ലുന്ന ദിക്റുകൾ, ദുആകൾ, നമ്മൾ റുകൂഇലേക്ക് പോകുന്ന ഒരു ഉദാഹരണം. എന്താണ് അതിന്റെ അർത്ഥം? പടച്ചോനെ, ലോകത്തൊരാളുടെ മുമ്പിലും ഞാൻ കുനിയുന്ന പ്രശ്നമില്ല. ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലും, ഒരു മരത്തിന്റെ മുമ്പിലും, ഒരു വ്യക്തിയുടെ മുമ്പിലും ഞാൻ കുനിയില്ല. പടച്ചവനെ, നിന്റെ മുമ്പിൽ ഞാൻ ഇതാ വിനയാന്വിതനായി നിൽക്കുന്നു. എന്താണ് സഹോദരങ്ങളെ സുജൂദ്? എന്റെ 8 അവയവങ്ങളും പടച്ചോനെ നിന്റെ മുമ്പിൽ. റസൂൽ പറഞ്ഞു, പ്രാർത്ഥിച്ചോ, എന്താ വേണ്ടത് പ്രാർത്ഥിച്ചോ. അപ്പോൾ നമ്മൾ അല്ലാഹുവോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സുജൂദ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി നമ്മൾ അറിയുകയും അങ്ങനെ പ്രാർത്ഥിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അങ്ങനെ നമസ്കാരം കൂടുതൽ ബലവത്തായി, നമസ്കാരം കൂടുതൽ ശ്രദ്ധയുള്ളതായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ അടിസ്ഥാനപരമായി മാറ്റത്തിന് വിധേയമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിലേക്ക് ശക്തമായി നീങ്ങാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 238-ാമത്തെ ആയത്താണ് നാം കഴിഞ്ഞ 1-ാമത്തെ ഖുതുബയിൽ വിശദീകരിച്ചത്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാനാ ഫഇദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും മാ ലം തകൂനു തഅലമൂൻ. നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, നോക്കൂ, നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് 1-ാമത്തെ ആയത്ത്. ഹാഫിളു അലസ്സലാ, നിങ്ങൾ നിസ്കാരം ശ്രദ്ധിക്കണം. എന്നിട്ടല്ല പറയാണ് ഫഇൻ ഖിഫ്തും, നിങ്ങൾ ഭയത്തിലാണ്, യുദ്ധഘട്ടാണ്. അങ്ങനെ അന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ആക്രമണമല്ലോ, ഇന്നത്തെ പോലെയുള്ള മിസൈലുകൾ രൂപമല്ല അന്നത്തത്, അമ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഭയത്തിലാണ്, ഒരു ഉരുൾപൊട്ടലിന്റെ അവസ്ഥയിലാണ്, ഭൂമി കുലുക്കത്തിന്റെ അവസ്ഥയിലാണ്. അങ്ങനെ ഏതെങ്കിലും ഫഇൻ ഖിഫ്തും, നിങ്ങൾ ഭയത്തിൻ്റെതായ ഒരു അവസ്ഥയിലാണെങ്കിൽ ഫരിജാലൻ, നിങ്ങൾ നടന്നിട്ട് നിസ്കരിച്ചോളി. നടക്കുന്ന, ഇത് ഖുർആനാണ് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഈ പറയുന്നത്. ഫരിജാലൻ, അപ്പൊ നിങ്ങൾ നടന്നുകൊണ്ട് നമസ്കരിച്ചു കൊള്ളുക. ഔ റുക്ബാന, അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിലായിക്കൊണ്ട്, അവർ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പുറത്തുനിന്ന് ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ കുതിരപ്പുറത്തിരുന്നിട്ട് എന്ത് ചെയ്യണം? നിസ്കരിച്ചോളണം. നോക്കൂ, ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന, നിങ്ങൾ ഭയത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ വാഹനത്തിലായിക്കൊണ്ടോ നടന്നുകൊണ്ടോ നിങ്ങൾ ആ നമസ്കാരം നിർവഹിക്കണം. അടുത്ത ഭാഗം കേട്ടോളൂ. ഫഇദാ അമിൻതും, ആ നിർഭയത്തെ, ആ ഭയമൊക്കെ പോയി, നിങ്ങൾ സാധാരണ അവസ്ഥയിലേക്ക്. ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും മാ ലം തകൂനു തഅലമൂൻ. അതെ, സുരക്ഷിതാവസ്ഥയിലായാൽ, നിങ്ങൾക്ക് അറിവില്ലാത്ത സമയത്ത് അല്ലാഹു പഠിപ്പിച്ചു തന്ന പ്രകാരം തന്നെ നിസ്കരിക്കണം, സ്മരിക്കണം. എന്നാൽ എങ്ങനെയാണോ ളുഹർ നിങ്ങൾ നേരത്തെ നിസ്കരിച്ചത് അതുപോലെ നിസ്കരിക്കണം. എപ്പോൾ? ഭയത്തിന്റെ അവസ്ഥ പോയാൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? പലർക്കും നമസ്കാര ഉപേക്ഷികൾ, ഞാൻ ആകെ ആശുപത്രിന്റെ ഒരു വാസന, അതുകൊണ്ട് കഴിഞ്ഞു, നിർത്തിവെച്ച്, നിസ്കാരം നിർത്തിവെച്ച്. എന്നിട്ട് കാഫറാവുക മനുഷ്യന്മാര്. നിസ്കാരമില്ല. എവിടുന്ന നിസ്കാരമില്ല? ആശുപത്രി. നോക്കി, ഇവിടെ എന്താ വിഷയം? യുദ്ധഘട്ടം, ഭയത്തിന്റെ അവസ്ഥ വന്നാൽ പോലും നിങ്ങൾ ഇവിടെ നിസ്കരിക്കാൻ സൗകര്യമില്ല. നിസ്കരിക്കാൻ സൗകര്യം വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഹനത്തിൽ ഇരുന്ന് നിസ്കരിച്ചോളൂ, നിങ്ങൾ നടന്നോണ്ട് നിസ്കരിച്ചോളൂ. കാരണം ഉരുൾപൊട്ടൽ വരികയാണ്, ളുഹറിന്റെ സമയമാണ്, അസറായി പോകും. ആ ഓട്ടത്തിൽ നിസ്കരിച്ചു കൊള്ളണമെന്ന് അള്ള പറയാണ് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 239-ാമത്തെ ആയത്തിൽ. അപ്പോൾ നമസ്കാരം എത്ര ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ആളുകൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇനിയോ ഒരു വാഹനത്തിൽ ഒരു യാത്ര ചെയ്യുന്നു, വാഹനത്തിൽ സുബഹി നമസ്കാരം ഒരു രക്ഷയില്ല സഹോദരങ്ങളെ. സുബഹി നമസ്കാരം സുബഹിന്റെ സമയത്ത് നിസ്കരിച്ചേ പറ്റൂ. അത് ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും സുബഹി നമസ്കാരം ആ സമയത്ത് നിർവഹിക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാർ, ചില ആൾക്കാർ പറയും എന്താ കിബിലൊന്നുമില്ല ആട്ട് നിസ്കരിക്കന്നെ. ആരാ പറയും നിസ്കരിക്കാത്തവൻ? സുബഹിസ്കരിക്കാത്ത അപ്പുറം കമന്റ് പറയാ എന്താ വരെ കഥാന്ന്. കിബില ഇല്ല അവിടെ. നമുക്ക് വേണ്ടി കിബിലന്റെ ഭാഗത്തേക്ക് ട്രെയിൻ പോവോ? അവിടെ നിസ്കരിക്കാതിരിക്കണോ? അല്ല. അപ്പോൾ അവിടെ വെച്ച് ആ നമസ്കാരം നിർവഹിക്കണം. ഒരു രക്ഷയുമില്ല നമസ്കരിക്കാതിരിക്കാൻ. അതുകൊണ്ട് ബോധമുള്ള ഓരോ സന്ദർഭങ്ങളിലും നമസ്കാരം ശ്രദ്ധിക്കണം. ചില ആളുകൾ സഹോദരങ്ങളെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ല ശരിയാവില്ലല്ലോ. പിന്നെ ആൾക്ക് മുസ്ലിങ്ങൾക്ക് പോയില്ല പള്ളിയില്ല, അത് ശരിയാവില്ല. അതുകൊണ്ട് പള്ളിയിൽ വരുന്ന ആൾക്കാർ നാട്ടിലുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട്. നോമ്പിന് ലോഹറുണ്ട്, നോമ്പല്ലാത്ത കാലത്ത് ലോഹറില്ലേ? അപ്പൊ നോമ്പിന് മാത്രം എന്താ ലോഹർസ്കാരം? നോമ്പിന് ശ്രദ്ധിക്കേണ്ടതില്ല എന്നല്ല. എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങേ അറ്റത്തെ അശ്രദ്ധ കാണിക്കുന്ന പല ആളുകളുമുണ്ട്. വേറെ ചില ആൾക്കാർ അവർക്ക് ജുമയ്ക്ക് വരണം. അപ്പൊ എന്താണെന്നറിയോ, രണ്ടാമത്തെ ജുമ കഴിഞ്ഞ് നിസ്കാരം എങ്ങനെയെങ്കിലും കിട്ടണം, ഒരൊക്കെങ്കിലും കിട്ടിയാൽ മതി. അപ്പൊ എന്താ ഒരു ചടങ്ങ് തീർക്കുക. ഈ നമസ്കാരത്തിൽ പൂർണ്ണതയിൽ പങ്കെടുക്കാതെ പുറത്ത് നിൽക്കുമ്പോ എന്താ വർത്താനം പറയാം? ഇവിടെ നമ്മുടെ ഈ കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്, പല സ്ഥലത്ത് നടക്കുന്ന ജുമയ്ക്ക് പങ്കെടുക്കണം. അപ്പൊ അവിടെയൊക്കെ ഒരു ചടങ്ങ് നിർവഹിക്കണം. സഹോദരങ്ങളെ, ചിന്തിക്കണം ആരോടാ നമ്മൾ കളിക്കുന്നത് എന്ന്, ഏത് വിഷയത്തിലാണെന്ന്. നാം വിദ്യാർത്ഥിയാണോ? നമ്മുടെ പഠനത്തിൽ ബറക്കത്ത് തരേണ്ടത് പഠനം. പഠിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ, തലച്ചോറിൽ അത് നിലനിൽക്കാൻ നമ്മെ സഹായിക്കുന്ന ഓർമ്മശക്തി നമുക്ക് നൽകുന്നത് റബ്ബാണ്. ഓർമ്മകൾ നശിച്ചുപോയ ആൾക്കാരില്ലേ, ആക്സിഡന്റ് പറ്റി ഓർമ്മല്ല, പഴയ കാര്യം നമുക്കറിയില്ലേ. അപ്പോൾ ഈ ഓർമ്മശക്തി നമുക്ക് നൽകുന്നത് ആരാ? പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ആ എഴുതാൻ ആവശ്യമായ തൗഫീഖ് നമുക്ക് നൽകുന്നത് ആരാ? അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾ നമസ്കാരത്തിൽ വളരെ അധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ വിജയം ഒഴിവാക്കിയിട്ട് ഒരു വിജയം നമുക്ക് വേണ്ട. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്. അതുകൊണ്ട് നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. മാത്രമല്ല നമ്മുടെ കുടുംബത്തിന്റെ നമസ്കാരം ഇപ്പോൾ ഒരുപക്ഷെ നമ്മിൽ പലർക്കും AC ഉണ്ടാകും, ഫാൻ ഉണ്ടാകും, സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ടാകും, മുമ്പത്തെ വ്യത്യസ്തമായി വാഹനം നമുക്കുണ്ടാകും. എന്നാൽ അന്നില്ലാത്ത സൗകര്യങ്ങൾ വന്നപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് സുബഹ് നമസ്കാരത്തിന് പള്ളിയിൽ വരാതിരിക്കാനുള്ള ന്യായം എന്താ? ബാക്കിയൊക്കെ പല കാരണം പറയാം. ബസ്സിലായിരുന്നു, അവിടെ ആയിരുന്നു, ഒക്കെ. സുബൈക്ക് എവിടെ പോയി? എന്തേ എഴുന്നേൽക്കാത്തത്? അള്ളാഹു തന്ന അനുഗ്രഹത്തിൽ ആ AC-യിൽ നീ അവിടെ തന്നെ പിടിച്ചു കിടന്നുപോയോ? എങ്കിൽ അറിയുക, നിന്റെ ഈ ശരീരമുണ്ടല്ലോ, ഒരുപക്ഷെ അല്പം വെയിറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടുതൽ താങ്ങിയെടുത്ത് നിന്നെ ഖബറിലേക്ക് വെക്കും. ആ ഖബറിന്ന് പോന്നാലുണ്ടല്ലോ നിന്റെ ആ AC തിരിച്ചു കിട്ടില്ല, ഫാന് തിരിച്ചു കിട്ടില്ല. അവിടെ രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് ആയുസ് തന്നിരുന്നു. ആ ആയുസ്സിൽ റസൂലുള്ള പ്രത്യേകം പറഞ്ഞു, സുബഹി നമസ്കാരത്തിൽ പറയണം, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തെക്കാൾ ഉത്തമമാകുന്നു നമസ്കാരം. കാരണം എന്താ? ഖബറിലൊരു ഉറക്കുണ്ട്. റാഹത്തുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ വിശ്രമം. അവിടെ വിശ്രമിക്കണമെങ്കിൽ ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് 2 ഖുത്ബയിലും നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, നമസ്കാരത്തെക്കുറിച്ച് മാത്രം. അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തെ പറ്റി ആദ്യം നമ്മൾ ചിന്തിക്കണം. നമസ്കാരം നമുക്ക് ഭാരമാണോ എങ്കിൽ കുസാല എന്നൊരു പദമുണ്ട് ഖുർആനില്. അതിന്റെ തൊട്ടും പറഞ്ഞത് കപട വിശ്വാസികളുടെ നമസ്കാരം, വിശ്വാസം ശരിയല്ലാത്ത ആൾക്കാരുടെ നമസ്കാരം. അവർ നിസ്കാരത്തിനാൽ കാമോ കുസാല, ഓലിങ്ങനെ അശ്രദ്ധായി അവിടെ തോണ്ടി ഇവിടെ ചെന്ന് വിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ആരോ നിർബന്ധിച്ചിട്ട് പള്ളിയിൽ വന്ന് ഈ രൂപത്തിലായിരിക്കുമെന്ന് ഖുർആനാ പറയുന്നത്. ആ നമസ്കാരം നമ്മുടെ നിസ്കാരാകാൻ പാടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമസ്കരിക്കുന്നവരാകണം, നമ്മുടെ ഇണകൾ നമസ്കരിക്കുന്നവരാകണം, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കടയിൽ മുസ്ലിമുണ്ടോ? നമുക്ക് ബാധ്യതയുണ്ട്. നമ്മുടെ കടയിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ കീഴിൽ മുസ്ലിമുണ്ടോ? അവരുടെ നമസ്കാരത്തിൽ നമുക്ക് ബാധ്യതയുണ്ട്.
അവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കണം. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിലുള്ള പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം. ചിലരെങ്കിലും മനസ്സിലാക്കിയത് സുന്നത്ത് നിസ്കാരമൊക്കെ പ്രായമായിട്ട് മദീന. അല്ല, ഈ പ്രായമായിട്ട് മരിക്കാൻ ആരാ പറഞ്ഞ്? മരണത്തിന് പ്രായമുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്ത് നമസ്കാരങ്ങൾ ചെറുപ്പം മുതൽ ഷാബുൻ, ഒരു യുവാവ്, പരലോകത്ത് ആ യുവാവിന് അള്ളാന്റെ അർശിന്റെ തണല് കിട്ടും. എന്താ പ്രത്യേകത എന്നറിയോ? അവൻ അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് ജീവിച്ചു. അതുകൊണ്ട് ഹജ്ജ് ചെയ്യേണ്ടത് യുവത്വത്തിലാണ്. എല്ലാ സുന്നത്തുകളും ചെയ്യേണ്ടത് ചെറിയ പ്രായം മുതലാണ്. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച്, ഏറ്റവും നമസ്കാരം ശ്രദ്ധിച്ച നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ എത്തിച്ചേരാൻ, നരകരക്ഷ ലഭ്യമാകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉറ്റവരും ഉടയവരുമായ